കരിവദന ലംബോദര ലഘുമികര അംബാസുത അമര വിനൂത. लगता है चांद से मारेगी या तू प्यार से मारेगी खनाना अब तू तेरे लिए. അതെ, ഇത് റാപ്പ് മ്യൂസിക്കാ. ഈ കാലത്ത് ആരെങ്കിലും ശാസ്ത്രീയ സംഗീതം പഠിക്കോ? വേണമെങ്കിൽ ഇതൊക്കെ കേട്ട് പഠിക്കുന്ന പിള്ളേരെ. പിള്ളാരെ, ഇതൊക്കെ കേട്ട് പഠിച്ചാലേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ. അല്ലാതെ സാപ്പാന്നും പറഞ്ഞ് തൊണ്ട കീറിക്കൊണ്ടിരുന്നാലേ ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. മുത്തശ്ശി, ദയവ് ഇത് ഉപദ്രവിക്കരുത്. സംഗീതം ദൈവികമായിട്ടുള്ള ഒരു കലയാ. അതിനെ അപമാനിക്കരുത്. ഈ കുട്ടികൾ പഠിച്ചോട്ടെ. പ്രിയേ, അവൻ ഓഫ് ചെയ്തേ. മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ശ്രീ ഗണനാഥ സിന്ദൂരവർണ്ണ സിന്ദൂരവർണ്ണ കരുണ സാഗര കരിവദന ചെറുക്ക, നീ ഏതാടാ? ഞാൻ രംഗന്റെ മോന. ഏത് രംഗൻ? ആ, കള്ളൻ രംഗന്റെ. അയ്യോടി മോളെ, സംഗീതം പഠിക്കാൻ വന്നവനെ കണ്ടോ? കള്ളൻ രംഗന്റെ മോൻ. അതെ, ഒരൊറ്റ എണ്ണത്തിന് ഇതിനകത്ത് കണ്ടുപോരുത്. പുറത്തിറങ്ങടാ. നിർത്ത്. ഇതേ എന്റെയും മുത്തശ്ശിയുടെയും കൂടെ വീടാ. ഇവിടെ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. ഞങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ അയാളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും. ആണോ? എന്തോന്നാടി നോക്കിയിരിക്കുന്നേ? എണീക്കടി. എണീക്കടി. അമ്മേ, എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ വീട്ടിൽ പാട്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അത് അമ്മയല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ തീരുമാനിച്ചാൽ എന്താ കുഴപ്പം? എന്നോട് അനുവാദം വാങ്ങിക്കണ്ടേ? അത് ചെയ്തോ നീ? അമ്മ, കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. നീ ആളുകളോട് ബഹുമാനം കാണിക്കുന്നെങ്കിൽ കാണിച്ചോ, അതിലെനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അതെ, എന്റെ ചെലവില് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അച്ഛാ, ഞാൻ കുട്ടികളെ പറഞ്ഞു വിടട്ടെ? വേണ്ട മോളെ, കുട്ടികൾ അവിടെ നിൽക്കട്ടെ. വന്നവര് തിരിച്ചു പോവുമല്ലോ. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പോയാ മതി. എടാ, ഞാൻ തിരിച്ചു പോകുന്നില്ലെങ്കിലോ നീ ഇവിടെ ക്ലാസ് നടത്തൂ? ഇതെന്തിനാ സുകുമാരിമായി നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? അവരെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ സമ്മതിക്ക്. നിങ്ങളുടെ തനി സ്വഭാവം ഞങ്ങള് നാട്ടുകാർ കുറെ കണ്ടതാ. ഞങ്ങളെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. നിനക്കൊക്കെ എന്താടാ പറയാനുള്ളത്? നീയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സുകുമാരിക്ക് എന്തു തോന്നാനാ? എന്റെ കുടുംബത്തിന്റെ അകത്ത് കയറി വന്ന് എന്നോട് അഭിപ്രായം പറയാൻ നിക്കല്ലേ. സുകുമാരിയുടെ ഇപ്പോഴത്തെ പവർ എന്താണെന്ന് നിനക്കൊന്നും അറിഞ്ഞൂടാ. എടാ, വലിയ വലിയ ആളുകളെ സുകുമാരിയുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി കൈ കെട്ടി നിന്നാ സംസാരിക്കുന്നേ. കേട്ടോടാ, ഞാനും എന്റെ പ്രിയങ്ക മോള് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന കാശേ ഈ ജന്മം മുഴുവൻ അധ്വാനിച്ച നിനക്കൊന്നും കിട്ടത്തില്ല. കോടീശ്വരികളാടാ ഞങ്ങള്, കോടീശ്വരികള്. മനസ്സിലായോടാ? ഇവറ്റകളെ മാത്രം ഇറക്കി വിട്ടാ പറ്റത്തില്ലല്ലോ.
ഒരു പണിയില്ലാതെ ഈ വീട്ടിൽ കയറി കൂടിയ വേറൊരുത്തനില്ലേ? അവനല്ലേ ആദ്യം ഇറക്കേണ്ടത്. ആ എടി അതിനെ നീ എന്റെ അനുവാദം കാത്തു നിൽക്കുന്ന എന്തിനാ മോളെ? ചെന്ന് ഇറക്കി വിട്ടോ. നാണം ഉള്ളവനാണെങ്കി ഇറങ്ങി പോട്ടടി. ദേവാ, ഞാനും പ്രിയങ്ക ഇപ്പൊ തിരിച്ചു പോവാ. പക്ഷേ അധികം വൈകാതെ തിരിച്ചു വരും. അപ്പോ ദേ അവക്ക് വേണ്ടി നീ കാണിക്കുന്ന പേക്കോത്തുണ്ടല്ലോ, അത് നടക്കില്ല. ഈ നാട്ടില് നിയമവും നീതിയൊക്കെ ഉണ്ടോന്നേ ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇതിന്റെ അകത്ത് ദേ എവളുടെ അവന്റെയും ഒരു കാര്യവും നടക്കില്ല. നടത്തിക്കില്ല ഞങ്ങള്. പടിമോളെ. തിരുമേനി വെറുതെ വിഷമിക്കണ്ട. സുകുമാരിയമ്മയുടെ കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ പേര് കുട്ടികളെ വിടാതിരിക്കത്തില്ല. കരുത്തിക്കുട്ടി ചെയ്യുന്ന ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ രാധികമോള് രക്ഷപ്പെട്ട അപ്പ വരും അമ്മയാവളും. മോളെ രാധികെ, ക്ലാസ് കൊണ്ടയക്കാം. ശരി അച്ഛാ, ഞാൻ വരുണിനെ ഒന്ന് നോക്കട്ടെ.